ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു പുഡിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അധികം ചേരുവകളൊന്നുമില്ല, ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല. നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് കോഫി പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം നന്നായി തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാന് ഞാൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പാണ് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് പാല് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നോർമൽ നമ്മുടെ നാടൻ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ നെസ്കഫേ ഒക്കെ ആണെങ്കിൽ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതുപോലെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിപ്പം നാടൻ കോഫി പൗഡർ ആയതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കോഫി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2 കപ്പ് പാല് ഇതിലേക്ക് ഈ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്നും ഓൺ ആക്കാതെ തന്നെ നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഞാൻ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഇതുപോലെ കേക്കിലേക്കൊക്കെ യൂസ് ചെയ്യാറ്. നല്ല സ്റ്റിഫായിട്ട് കിട്ടണമെങ്കിൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെ വേണം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം അതുപോലെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു മധുരം കൂടി ഉണ്ടാകും. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് പാൽ ഈ വിപ്പിംഗ് ക്രീം ഈ പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. റെയിൻബോ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ മധുരത്തിനായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ വിപ്പിംഗ് ക്രീമിലെ മധുരമാണുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് പാലിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചൂടുള്ള പാലിലേക്കല്ല മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ സാധാ നോർമൽ ടെമ്പറേച്ചറുള്ള പാലിലേക്കാണ് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച ശേഷം ഈ പാലിൻ്റെ മിക്സ്ചർ, നമ്മൾ നേരത്തെ പാനിലേക്ക് ഒഴിച്ച പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴൊന്നും ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കൽ കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു മിക്സ്ചർ. ഇനി ലാസ്റ്റായിട്ട് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ നമ്മൾ കോഫി മിക്സ് ഉണ്ടല്ലോ, കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് ബിസ്ക്കറ്റ് ലെയർ ചെയ്യുമ്പം അതിൽ ഡിപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ബാക്കിയുള്ള കോഫി വേറൊരു ബൗളിലേക്ക് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നാടൻ കോഫി പൗഡർ ആയതുകൊണ്ടാണ് ഒരുപാട് കോഫിയുടെ ആ ഒരു തരി ബാക്കി വരുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഇങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ നാടൻ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അരിപ്പയിലൂടെ അരിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. കൈ വിടാതെ വേണം കുറുക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ആദ്യം നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ്ചർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ പുഡിങ് ചൈനാഗ്രാസും ജെലാറ്റിനും ചേർക്കാത്ത പുഡിങ് ഉണ്ടാക്കുമ്പം കുറേ കഴിഞ്ഞിട്ടെങ്കിൽ മെൽറ്റായി പോകുമെന്നുള്ളത്. അത് ശരിയാണ്, മെൽറ്റായി പോകും. അപ്പോൾ ഇതുപോലത്തെ പുഡിങ്ങിൽ നമ്മൾ പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറേ നേരം പുറത്ത് വെക്കാനുള്ളതാണെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ഗ്രാം ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്നുകൂടെ നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സർ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്, അതുപോലെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ കോഡ് പറയാം. രണ്ടാമത്തെ കോഡാണ് പറയുന്നത്. ഐഷാസ് കിച്ചൻ ജുമേര ബുട്ടിക് മെഗാ ഗിവേവേയുടെ ഇന്നത്തെ കോഡ്, രണ്ടാമത്തെ കോഡ് ലെറ്റർ എ ആണ് കേട്ടോ. എ.
അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് പുഡിങ് എങ്ങനെ ലെയർ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്തതേ ഉള്ളൂ. ക്രീമുള്ള ബിസ്ക്കറ്റൊന്നും വേണ്ട, നോർമലായിട്ടുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം. ഇനി ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് ഈ കോഫി മിക്സ്ചർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസായിട്ട് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. മാക്സിമം എല്ലാ ഗ്യാപ്പിലും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് പാകമായിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ പുഡിങ്ങിൻ്റെ മിക്സ്ചറിൻ്റെയും അളവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ ട്രേയിലേക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റും വേണ്ടി വരും, കൂടുതൽ പുഡിങ്ങിൻ്റെ മിക്സ്ചറും വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ലെയറായിട്ട് കൊടുത്താലും മതിയാകും. ഒരുപാട് ലെയറൊന്നും വയ്ക്കാതെ ഒരൊറ്റ ലെയറായിട്ട് വെച്ച് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ്. അപ്പം നമുക്ക് ബിസ്ക്കറ്റൊക്കെ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റൊക്കെ മാക്സിമം കവർ ആവുന്ന രീതിയിൽ തന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ബിസ്ക്കറ്റിൽ ഓൾറെഡി നട്ട്സ് ഉണ്ടാകും, അതുപോലെ നമ്മൾ ഡെക്കറേഷനായിട്ടും കുറച്ച് നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ കോഫി മിക്സിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. നമ്മളിതിലേക്ക് ചൈനാഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. പിന്നെ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊരു നമ്മളൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, നല്ല തണുപ്പിൽ വെക്കേണ്ടി വരും. എന്നാലേ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ സാധാരണ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ള പുഡിങ് എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഏറ്റവും ടോപ്പിലൊന്ന് സ്പാറ്റിൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, 1 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം അതെല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ആ ഒരു പൗഡറാണിത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ സൈഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ പൊടിച്ചിട്ട് ഇതുപോലെ സൈഡിലിട്ട് കൊടുത്താലും മതിയാകും. ഇനി കുറച്ച് കാഷ്യൂസ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. ഇനി ഗ്ലേസ്ഡ് ചെറി വെച്ച് കൊടുക്കുക. ചെറി ഒന്ന് ഒരു ചെറി എടുത്തിട്ട് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ബൗളിൽ ഇതേപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ന്യൂട്ടെല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ടില്ല. കുറച്ചുകൂടെ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റാക്കാൻ വെക്കണം. ഫ്രിഡ്ജിൽ താഴെയാണ് നമ്മളിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.